ആപ്കെ അദാലത്തിൽ കിരൺ ബേഡിക്കെതിരായ കുറ്റാരോപണം ഇവർ എപ്പോഴും ചർച്ചകളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കിരൺ മേഡം, താങ്കളുടെ 33 വർഷത്തെ പോലീസ് ജീവിതം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വായിക്കുന്തോറും എനിക്ക് മനസ്സിലായത് താങ്കളുടെ പേര് കിരൺ ബേഡി എന്നല്ല, കോൺട്രവേഴ്സി ലേഡി എന്നാണ്. കാരണം താങ്കൾ വെക്കുന്ന ഓരോ അടിയിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി കാണും. എന്തിനെക്കുറിച്ചാ പറയുന്നേ? 1981 ഡൽഹിയിലെ ജനങ്ങൾ താങ്കളെ ആദ്യമായിട്ട് കാണുന്നത്. റോഡിൽ നോ പാർക്കിംഗ് നിൽക്കുന്ന വണ്ടിയെല്ലാം ക്രെയിൻ വെച്ച് തൂക്കാറുണ്ട്. അതെങ്ങനെയാ കോൺട്രവേഴ്സി ആകുന്നേ? ആ സമയത്താണ് താങ്കൾക്ക് ക്രെയിൻ ബേഡി എന്നുള്ള പേര് വന്നത്. അതുകൊണ്ട് ഇത് കോൺട്രവേഴ്സിയാണോ? എങ്ങനെയാ ഇത് കോൺട്രവേഴ്സി ആകുന്നേ? ഇതൊക്കെ കോൺട്രവേഴ്സിയാണോ? അതല്ലേ കോൺട്രവേഴ്സി. ഡൽഹി പോലെ ട്രാഫിക് നിറഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള നിയമങ്ങൾ വരാൻ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ. വളരെ മോശമായ അവസ്ഥയിലായിരുന്നു അതിനുള്ള മരുന്നാണത്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വീണ്ടും മോശമായിരിക്കുകയാണ്. എന്നാ വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാം. യഥാർത്ഥ കോൺട്രവേഴ്സി എന്താണെന്ന് ഞാൻ വായിക്കാം. പറയൂ. ചണ്ഡീഗറിൽ താങ്കൾക്ക് പോസ്റ്റിംഗ് വന്ന സമയത്ത് ആദ്യമായി താങ്കൾ കൊണ്ടുവന്ന നിയമം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഡിസ്കോത്തെല്ലാം ക്ലോസ് ചെയ്ത് നൈറ്റ് ലൈഫ് ഒന്നും വേണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അതെ, ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. കാരണം കുട്ടികൾ തെറ്റായ വഴിയിൽ പോവുകയായിരുന്നു. അതെന്താ കളിയാണോ? കുടിച്ചിട്ട് 12 മണിക്ക് ശേഷം പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്, അവരവരുടെ ഇഷ്ടത്തിന് നടക്കുന്നത്. പിന്നെ പോലീസ് എന്തിനാ? ഞങ്ങൾ എന്തിനാ ഉള്ളത്? അവർ 12 മണിക്ക് ശേഷം കുടിച്ചിട്ട് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നെങ്കിൽ അവരുടെ മേലിൽ വെറും കേസ് മാത്രമാണോ ഇടേണ്ടത്? പിന്നെ ഞങ്ങൾ എന്തിനാ? പക്ഷേ താങ്കളുടെ ജോലി പോലീസ് ജോലിയാണോ അതോ സമൂഹത്തെ മാറ്റുന്ന ജോലിയാണോ? രണ്ടും. ഞാൻ പോലീസ് ജോലിയും ചെയ്യണം, പിന്നെ ക്രൈമിനെയും തടുക്കണം. അതേസമയം ക്രൈമിനെ എന്താണോ വളർത്തുന്നത്, അതായത് എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റുണ്ട്. നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്താൽ പിന്നെന്തിനാണ് പോലീസ്? പോലീസ് ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് എന്ന് പറയാനാണുള്ളത്. അത് കടന്ന് നിങ്ങൾ ചെന്നാൽ പിന്നെ നേരെ തീഹാർ ജയിലാണ്. പക്ഷെ കിരൺ മേഡം, പോലീസ് ഓഫീസേഴ്സ് ധാരാളം പേരുണ്ട്. പക്ഷെ അതിൽ താങ്കൾ എവിടേക്കാണോ പോകുന്നത് അവിടെയാണ് ചർച്ചകളും ഉണ്ടാകാറുള്ളത്. അതെനിക്കും അറിയില്ല. താങ്കൾ വളരെ കാലം യുണൈറ്റഡ് നേഷനിൽ പ്രവർത്തിച്ചതിന് ശേഷം തിരിച്ചു വന്നതാണ്. ഡൽഹി ബാർ അസോസിയേഷൻ മുഖേന പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതി. ആ ലെറ്ററിന്റെ കോപ്പി എന്റെ പക്കലുണ്ട്. ഓ, വളരെ നല്ല കാര്യം. ഞാനിതുവരെ വായിച്ചില്ല. പൂർണ്ണമായിട്ടും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ ലെറ്റർ അവർ പ്രസിഡന്റിനും അതുപോലെ ഹോം മിനിസ്റ്റർ ശിവരാജ് പാട്ടീലിനും എഴുതിയതാണ്. ഇതിൽ അവർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിരൺ ബേഡിയെ ഒരു കാരണവശാലും ഡൽഹി പോലീസിലേക്ക് തിരിച്ചെടുക്കരുതെന്നാണ്. ഏത് കാരണവശാലും? ഡൽഹിയിലുള്ള ലോയർ ഇനിയും ആ കാര്യം മറന്നിട്ടില്ല. ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കിരൺ ബേഡി എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചത്. അത് സീരിയസ് അല്ല. അത് സീരിയസ് അല്ല. അടിച്ചത് സീരിയസ് അല്ലയോ അതോ ഇദ്ദേഹം പറഞ്ഞത് സീരിയസ് അല്ലയോ? ഞങ്ങൾ അടിച്ചില്ല. പക്ഷെ ഈ ലെറ്റർ സീരിയസ് അല്ല. അങ്ങനെ അവർ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നെ വീണ്ടും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവർ വളരെ നല്ലവരാണ്. അവരെഴുതിയിരിക്കുന്നത് കിരൺ ബേഡി 1988 DCP ആയി പ്രവർത്തിക്കുന്ന സമയത്ത് തന്റെ അധികാരം തെറ്റായി ഉപയോഗിച്ചത് അഡ്വക്കേറ്റ്സ് ആരും മറന്നിട്ടില്ല. 88 സംഭവിച്ച കാര്യം അവരിപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. ഒരു കോർപ്പറേഷൻ കൗൺസിലറോടൊപ്പം ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കോടതിയിൽ വെച്ച് വക്കീലന്മാരെ ആക്രമിച്ചത് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംഭവമാണെന്ന്. അവർ മിസ്യൂസിംഗ് എന്ന് എഴുതിയിരിക്കുന്നു. ശരിക്കും യൂസിംഗ് എന്ന് എഴുതിയിരിക്കണം. തെറ്റിപ്പോയതായിരിക്കും. അവർ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. കിരൺ ബേഡി ഉത്തരവിട്ട ക്രൂരമായ ലത്തിച്ചാർജിനെതിരായിട്ടാണ് ജനങ്ങൾ അവിടെ പോരാട്ടം നടത്തിയെന്നാണ് പറയുന്നത്. അതിന് പൂർണ്ണമായും ഒരു വിചാരണ ആവശ്യമാണെന്നാണ് അവിടെ കൂടിയിരുന്നവർ പറഞ്ഞതെന്നും ആ സംഭവം ഇപ്പോഴും വക്കീലന്മാർ മറന്നിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, ബദ്വ കമ്മീഷന്റെ എതിർപ്പ് മറികടന്ന് കിരൺ ബേഡിയെ പോലീസ് കമ്മീഷണറായിട്ട് വീണ്ടും നിയമിക്കാൻ ഉത്തരവിടുകയാണെങ്കിൽ കലാപം നടക്കുമെന്ന് ഞങ്ങളിപ്പോൾ വാണിംഗ് തരികയാണ്. താങ്കൾ വന്നാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. സാരമില്ല, ഡൽഹി പോലീസ് വലിയ ഫോഴ്സാണ്. അവര് നോക്കിക്കോളും. അതിൽ ഒരു തെറ്റായ ഇന്റൻഷനുമില്ല. അതെന്റെ ഡ്യൂട്ടിയാണ്. ഓരോ ഡ്യൂട്ടിക്കും 2 വശങ്ങളുണ്ട്. അതിനെ നിങ്ങൾ യൂസ് എന്നും പറയാം, അല്ലെങ്കിൽ മിസ്യൂസ് എന്നും പറയാം. ഒരു നാണയത്തിന്റെ 2 മുഖങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഒരു ഡ്യൂട്ടി കഴിഞ്ഞതും അടുത്ത ഡ്യൂട്ടിയിലേക്ക് ചെല്ലും. അവരെന്തിനാ ഞങ്ങളെ നിർത്തുന്നത്? പക്ഷെ അവര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. താങ്കൾ ഇവിടേക്ക് വരികയാണെങ്കിൽ താങ്കളെ എതിർക്കുമെന്ന് ഹോം മിനിസ്റ്ററിന്റെ അടുത്ത് അനുവാദവും അവർ ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പരാതി നൽകാൻ വേണ്ടി. അപ്പോൾ ഹോം മിനിസ്റ്റർ സാർ വളരെ ബിസി ആയിരിക്കുമെന്ന് തോന്നുന്നു. അത് അത്ര സീരിയസ് ആയ കാര്യമല്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ കാരണം കൊണ്ടാണ് താങ്കളുടെ പോസ്റ്റിംഗ് നിന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഇല്ല, അതുകൊണ്ടല്ല. ഞാൻ ലീവിലാണ്. അതായത്
ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം എഴുതുകയാണ്. ഞാൻ ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് ഡ്രോപ്പ് എഴുതി കഴിഞ്ഞു. അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. എല്ലാരും അതിനെക്കുറിച്ച് സംസാരിക്കും. 10 വർഷത്തിന് ശേഷം ആപ്കെ അദാലത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. 12 വർഷം കഴിഞ്ഞു ഞാൻ ഇവിടേക്ക് വന്നതുപോലെ ഞാൻ വീണ്ടും ഒക്ടോബറിൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്റെ പോസ്റ്റിങ്ങിനെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. ഞാൻ അക്കാഡമിയിൽ ലീവ് ചോദിച്ചതുകൊണ്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ എന്റെ ബുക്ക് എഴുതാൻ വേണ്ടി ഞാൻ എന്റെ യുണൈറ്റഡ് നേഷനിലുള്ള അനുഭവങ്ങളെക്കുറിച്ചും എന്റെ എല്ലാ ചർച്ച സംബന്ധമായ അനുഭവങ്ങളെക്കുറിച്ചും. അപ്പോൾ താങ്കൾ അംഗീകരിക്കുന്നുണ്ട് ചർച്ചകളിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ജഡ്ജിന്റെ മുൻപിൽ എന്നെ കുറ്റവാളിയായി നിങ്ങൾ നിർത്തും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പേര് കിരൺ ബേഡി എന്നുള്ളതിന് പകരം കോൺട്രവേഴ്സി ബേഡി എന്നാക്കും. നിങ്ങളെന്തിനാ അവരോടൊപ്പം ചേർന്ന് സംസാരിക്കുന്നത്? അങ്ങ് രജിത് ശർമ്മയാണ്. നിങ്ങൾ ശരിക്കും അവരെ പോലെയല്ല. എന്റെ പേര് മാറ്റാൻ. പക്ഷേ താങ്കൾക്ക് ഓർമ്മയുണ്ടോ 1988 നടന്ന ആ പ്രശ്നത്തിൽ വദ്വ കമ്മീഷൻ താങ്കളാണ് ഉത്തരവാദി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ വദ്വ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും. അവർ എന്നെ മാത്രമല്ല എല്ലാരെയും കുറ്റവാളിയായി നിർണയിച്ചിരിക്കുന്നത്. എല്ലാരെയും തന്നെ. അതിനുശേഷം അവർ നൽകിയ റെക്കമെൻഡേഷൻസ് എല്ലാം, അതായത് അത് ഇംപ്ലിമെന്റ് ആയോ അക്സെപ്റ്റ് ആയോ എനിക്കറിയില്ല. ആ ഇംപ്ലിമെന്റ് ഇപ്പോഴും സ്റ്റേറ്റസിലാണ് നിൽക്കുന്നത്. സർക്കാർ അതിനെ അതേ അവസ്ഥയിൽ അങ്ങനെ വിട്ടെന്ന് വേണം പറയാൻ. അവർ എല്ലാവർക്കും അതിൽ പങ്കുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കിയാൽ ആരും കുറ്റവാളിയല്ല. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ കാര്യം പറയൂ. താങ്കൾ വീണ്ടും ഡൽഹി പോലീസിലേക്ക് പോവുകയാണെങ്കിൽ, വീണ്ടും താങ്കൾക്കൊരു സന്ദർഭം ലഭിക്കുകയാണെങ്കിൽ 88 ചെയ്തതുപോലെ തന്നെ താങ്കൾ വീണ്ടും ചെയ്യുമോ, അതോ ഇപ്പോൾ താങ്കൾ മാറിയോ? ഇല്ല, ഒരുപാട് വർഷങ്ങളായി. ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. ഒപ്പം ട്രെയിനിങ് ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സോ ഒരുപാട് എക്സ്പീരിയൻസ് കൂടി കാണും. താങ്കൾക്ക് ഈ കാര്യം പറയാൻ സാധിക്കുമോ? കിരൺ ബേഡി വന്ന സമയത്ത് ടെറർ, ജനങ്ങളുടെ മനസ്സിൽ ഒരു പേടി ഉണ്ടാകാറുണ്ട്. ആ പേടി ഇപ്പോഴും ജനങ്ങൾക്ക് കാണുമോ? എന്തിനാ പേടി? പേടിക്കുന്നത് എന്തിനാ? ചിലർക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുള്ള പേടി, ചിലർക്ക് അടിക്കുമെന്നുള്ളൊരു പേടി. തീർച്ചയായും വണ്ടികളെയൊക്കെ പൊക്കും തെറ്റായി പാർക്ക് ചെയ്താൽ. ഇപ്പോഴും എടുക്കുന്നുണ്ട്, ഇനിയും എടുക്കുന്നതാണ്. അതുപോലെ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ ജയിലിലേക്ക് പോകും. അവൻ ജയിലിലേക്ക് ചെന്നിട്ട് തിരികെ വന്നതിന് ശേഷം അവനെ ശരിയാക്കുന്ന പ്രവൃത്തിയും ചെയ്യും. ഇതാണ് എന്റെ പുതിയ എക്സ്പീരിയൻസ്. ഇതിനു മുൻപേ അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. ഇപ്പോൾ അത് തോന്നുന്നുണ്ട്. കുറച്ച് ചേഞ്ചസും വന്നിട്ടുണ്ട്, കുറച്ച് മാറ്റങ്ങളുമുണ്ട്, അതേസമയം തുടർച്ചയുമുണ്ട്. താങ്കളുടെ കഴിവിൽ ജനങ്ങൾ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. പോലീസിൽ നിന്ന് എപ്പോഴും എന്തുകൊണ്ട് ഒരു പേര് മാത്രം കേൾക്കുന്നത്? കിരൺ ബേഡി എന്ന പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറെ പേരൊക്കെ എവിടെ? ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്താഗതി എന്തുകൊണ്ടാണ് കൂടുതൽ പോലീസുകാരിൽ ഇല്ലാത്തത്? അത് കുറ്റവാളികളെ പരിവർത്തനം ചെയ്യുന്നതിലാണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാറ് ക്രെയിൻ ഉപയോഗിച്ച് എടുത്തോണ്ട് പോകുന്നതിലാണെങ്കിലും വേറെ പോലീസുകാരൊന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാത്തത്? പോലീസ് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് എന്നും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും തോന്നുന്നില്ല. മറ്റുള്ളവർ എന്തുകൊണ്ടാണ് താങ്കളെപ്പോലെ ജോലി ചെയ്യുന്നെന്നുള്ള ഉത്തരം താങ്കൾ പറഞ്ഞാൽ മതിയോ? ബാക്കിയുള്ളവരെയും ഇവിടേക്ക് വിളിക്കൂ, വിളിച്ച് ചോദിക്കൂ. ഞാനെങ്ങനെയാ മറുപടി പറയുക? ഒരു കാര്യം ഞാൻ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നു. അതായത് പോലീസ് സർവീസിൽ ഉണ്ടെങ്കിലും ശരി, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാരെയും അവർ ശ്രദ്ധിക്കും. ഓരോരുത്തരുടെ ക്യാരക്ടർ, അവരുടെ പ്രത്യേക കഴിവിനെ വെച്ചും അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ കാഴ്ചപ്പാടും അവർ ചിന്തിക്കുന്ന രീതിയും ഓരോരുത്തരിലും വ്യത്യാസമായിരിക്കും. ചിലർ നന്നായി ജോലി ചെയ്യും, പക്ഷെ അത് പുറത്തറിയില്ല. എന്റെ ജോലി എല്ലാരും അറിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. സത്യം പറയണമെങ്കിൽ എന്നെക്കാളും ഒരുപാട് കഴിവുള്ള അധികാരികൾ, അതുപോലെ നമ്മുടെ മുൻപിലായി ഇരിക്കുന്ന ജഡ്ജ് സാറും ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ കഴിവുള്ള പ്രവൃത്തികൾ ഒരുപക്ഷെ പുറത്തറിയാതെ പോയിരിക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കാരണമെന്ന്. പക്ഷേ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അപ്രോച്ചും വ്യത്യാസമായിരിക്കും. സോ മേ ബി ഇതും ഒരു കാരണമായിരിക്കാം. അവരുടെ കഴിവ് നിങ്ങൾക്ക് അറിയാതെ പോയിരിക്കാം. ഇതിൽ എന്റെ ഫാൾട്ട് ഒന്നുമില്ല. തെറ്റൊക്കെ മീഡിയയുടേതാണ്. അവരാണ് ഇതൊക്കെ വെളിച്ചമായിട്ട് കാണിക്കേണ്ടത്.